ഒരു ഡോക്ടറൽ ഡിഗ്രി എന്ന് പറയുന്നത് അത്ര എളുപ്പത്തിൽ അച്ചീവ് ചെയ്യാവുന്ന ഒന്നല്ല. അതിന് പലപ്പോഴും പകലെന്നോ രാത്രിയെന്നോ ഇല്ലാതെയൊക്കെ നമ്മൾ വർക്ക് ചെയ്യേണ്ടി വരും. പലപ്പോഴും ഇതിനെ ഒരു ജോബായിട്ടൊന്നും ആരും വീട്ടുകാരും നാട്ടുകാരും ഒന്നും കൺസിഡറും ചെയ്യാറില്ല. നമ്മളും നമ്മളുടെ വർക്കും പാതിരാത്രികളും ഉറക്കമില്ലായ്മയും അങ്ങനെ നമുക്ക് കൂട്ടായിരിക്കും. ഇത് എൻ്റെ ഒരു പഠന രീതി കുറച്ച് പേർക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നിയതുകൊണ്ട് ഒന്ന് ഷെയർ ചെയ്യുന്നൊരു വീഡിയോ ആണ്. എനിക്കൊന്ന് റീസെറ്റ് ചെയ്യണമെന്ന് തോന്നി. കാരണം കുറച്ച് ദിവസമായിട്ട് എൻ്റെ റിസർച്ച് ഏരിയ ഞാൻ ടച്ചില്ലാതെ വേറെ ചില വർക്കുകളിലൊക്കെ ഇൻവോൾവ് ആയിരുന്നു. അപ്പോൾ ഒന്ന് ബാക്ക് ടു സ്റ്റഡിയിലേക്ക് വരാനുള്ള തത്രപ്പാടാണ്. ഇപ്പോൾ കുറച്ച് നാളായിട്ട് രാത്രി അങ്ങനെ കുത്തിയിരുന്ന് പഠിക്കുന്ന പരിപാടി ഇല്ല എനിക്ക്. ഇത് എൻ്റെ മോളാണ് എനിക്ക് കൂട്ടിരിക്കുന്നതാണ്. ഇന്ന് വെള്ളിയാഴ്ചയല്ലേ, അപ്പോൾ നാളെ സ്കൂളൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഞങ്ങൾ പൊതുവെ വെള്ളിയാഴ്ച ഒരു മൂവിയൊക്കെ കണ്ടിരിക്കുന്നതാണ്. പക്ഷെ ഇന്ന് എന്തോ മൂവി ഉണ്ടായിരുന്നില്ല. ഞാനും ഓർത്തു എനിക്ക് നല്ല കാര്യം ഒന്ന് റീസെറ്റ് ചെയ്യാതെ. അപ്പോൾ അവൾ ഉറങ്ങണില്ല, എനിക്ക് എൻ്റെ ടേബിളിൻ്റെ അടിയിൽ ഇരിക്കാം. ഇത് അടുത്തത് പട്ടി, കുട്ടിയും പട്ടിയൊക്കെ ആയിട്ട് ഞാനിങ്ങനെ ഇരിക്കുകയാണ്. ഇതിലെനിക്ക് ഏറ്റവും വലിയ കമ്പനി തരുന്ന ഒരാൾ എൻ്റെ ഇയർപോഡാണ്. കാരണം ഒരുപാട് നോയ്സുള്ള ഒരു ഇടത്താണ് നമ്മൾ ജീവിക്കുന്നത്. എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും, ഫാമിലി ആയിട്ട് ഇരിക്കുമ്പോൾ പ്രത്യേകിച്ചും. കുട്ടികളുടെ നോയ്സ്, മറ്റ് ഫോണിൻ്റെ നോയ്സ്, അങ്ങനെ. സോ കം ടു ദ ടിപ്സ്. മാറ്റർ പറയാം, കഥ പറയൽ നിർത്താം. ഐ എം എ മദർ റിസർച്ച്. അപ്പോൾ എനിക്ക് കുട്ടികളും പട്ടികളുമൊക്കെ ആയിട്ടുള്ള ഒരു റിസർച്ച് ജീവിതമാണ്. സോ പലരുടെയും പഠനത്തിന് എടുക്കുന്ന ടൈമിംഗ് ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. ഞാൻ പൊതുവെ പറഞ്ഞല്ലോ അതിന് ഈ രാത്രി ഇരുന്ന് പഠിക്കുന്ന പരിപാടിയൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു. മൾട്ടി ടാസ്കിങ്ങും ഒക്കെ കുറേ അവസാനിപ്പിച്ച ചില ശീലങ്ങളായിരുന്നു. നമ്മളുടെ കുറച്ച് വാഴ്ത്തപ്പെടുന്ന ക്വാളിറ്റീസാണത്. പക്ഷേ എന്തുകൊണ്ടോ നമ്മുടെ ആരോഗ്യത്തിന് അതത്ര നല്ലതല്ല എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് ഞാനത് സമയമെടുത്ത് ഒഴിവാക്കി. അത് മറ്റൊരു സമയത്ത് പറയാം. അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ട എൻ്റെ ഒരു ടിപ്പിൻ്റെ ഫസ്റ്റ് ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കോൺഷ്യസ് ആയിട്ട് തന്നെ ഒന്ന് ഒരു 1 hour നമുക്ക് നമ്മുടെ റിസർച്ച് വായിക്കാൻ വേണ്ടിയിട്ട് കണ്ടെത്താം. 24 മണിക്കൂറിൽ അത് എപ്പോൾ വേണമെങ്കിലും ആവാം. ഓക്കെ, അതിനുശേഷം അതിലേക്ക് മാത്രം ഇൻവോൾവ്മെൻറ്റ് കൊടുക്കാനായിട്ട് കുറേ കൂടി നിങ്ങളുടെ കോൺസെൻട്രേഷൻ എങ്ങനെയാണ് അതിലേക്ക് ആക്റ്റീവ് ചെയ്യാൻ പറ്റുക എന്നുള്ളതൊന്ന് അവനവൻ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പം എൻ്റെ ഒരു രീതി ഞാൻ പറയാം. ഞാൻ പറഞ്ഞു, ഈ ചുറ്റുമുള്ള നോയ്സ് വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ അതിന് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് ഈ ഒരു ഇയർപോഡ് കുത്തിക്കിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം മൂവ് ചെയ്യാനൊക്കെ എളുപ്പമുണ്ട്. ഇനി അതല്ലെങ്കിൽ നമുക്ക് ഈ ആമസോണിൽ നിന്നൊക്കെ ചെവിട്ടിൽ വെക്കാനുള്ള ഒരു നോയ്സ്, എന്താ പറയുക, അതിനെന്തൊരു പേരുണ്ട്, മറന്നുപോയി. ഞാനത് എപ്പോഴും വാങ്ങിക്കണമെന്ന് വിചാരിക്കും. പക്ഷേ പിന്നെ എനിക്ക് ഇനഫായിരുന്നു. അത് കാരണം കുഴപ്പമില്ലാണ്ട് പോയി. അതായത് നമുക്ക് അധികം ബഹളം കേൾക്കാതിരിക്കാൻ ചെവിട്ടിലൊരു ചെറിയ സാധനം വെക്കാൻ പറ്റും. സോ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അതിനുശേഷം ഞാൻ ഉപയോഗിക്കുന്ന മറ്റൊരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്, എനിക്ക് പാട്ട് കേൾക്കുമ്പോൾ ഞാൻ അതിലേക്ക് നന്നായിട്ട് എൻ്റെ ഒരു കോൺസെൻട്രേഷൻ എലമെൻ്റൊക്കെ അതിലേക്ക് അങ്ങ് വരും. അപ്പോൾ ചുറ്റുമുള്ളതൊന്നും ചിലപ്പോൾ ഞാൻ മനസ്സിലാക്കാൻ ശ്രമിച്ചു എന്ന് വരില്ല. ശരിക്കും നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങൾ നമ്മൾ ഒത്തിരി കാണുകയും കേൾക്കുകയൊന്നും ചെയ്യേണ്ടതില്ലെങ്കിൽ പോലും നമ്മളത് അറിയാണ്ട് അതിൽ ഇൻവോൾവ് ആയിപ്പോകും. അപ്പോൾ നമ്മളൊന്ന് കറക്റ്റായിട്ട് ഡീവിയേറ്റ് ചെയ്ത് കോൺസെൻട്രേഷൻ ഫിക്സ് ചെയ്യാനായിട്ട് ഒരു പരിധി വരെ പാട്ട് സഹായിക്കാറുണ്ട്. അത് സെലക്ട് ചെയ്യുമ്പം എല്ലാവരും അവരവരെ എനർജൈസ് ചെയ്യാവുന്ന പാട്ട് വേണം കേട്ടോ സെലക്ട് ചെയ്യാനായിട്ട്. ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ കുറച്ച് ക്ലാസിക്കൽ സോങ്സ്, ഡാൻസുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള നല്ല ബീറ്റുള്ള ക്ലാസിക്കൽ സോങ്സ് ആണ് എനിക്ക് കൂടുതൽ വർക്ക് ചെയ്തതായിട്ട് തോന്നിയിട്ടുള്ളത്. ഇപ്പം കുറേ മീനിങ് ഒക്കെ ഉള്ള ഭയങ്കരമായിട്ട് നമ്മളെ ഇങ്ങനെ ഒരു ഡ്രീം വേൾഡിലേക്കൊക്കെ കൊണ്ടുപോകുന്ന പാട്ടൊക്കെ കേൾക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം അപ്പോൾ എഗെയിൻ നമ്മൾ വേറെ തിങ്ക് ചെയ്യും. അപ്പം ലിറിക്സ് ഇല്ലാത്ത ബീറ്റുകൾ കുറച്ച് വേണമെങ്കിൽ യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനത്തെ മ്യൂസിക് വീഡിയോസൊക്കെ കിട്ടും. അതായത് വിത്തൗട്ട് ലിറിക്സ് കോൺസെൻട്രേഷൻ അച്ചീവ് ചെയ്യാനുള്ള മ്യൂസിക്സ് ഉണ്ടെങ്കിൽ അതൊന്ന് സപ്പോർട്ടിങ്ങിന് ഉപയോഗിക്കാം. അതിനുശേഷം അത്യാവശ്യം 1 മണിക്കൂർ നിങ്ങളെ ആരും വിളിക്കില്ല എന്നുള്ള ഉറപ്പുള്ളൊരവസ്ഥയിൽ
നിങ്ങളുടെ സീറ്റിലിരിക്കുക. കാരണം പണികളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒതുക്കിയിട്ട് വേണം ഇരിക്കാനായിട്ട്, അല്ലെങ്കിൽ നമുക്ക് അവിടെ നിന്ന് എണീറ്റ് പോകേണ്ടി വരും. അത് പിന്നെ വീണ്ടും ഡിസ്ട്രാക്ഷനേക്കാളും ഉപരി നമുക്ക് ഫ്രസ്ട്രേഷനാണ് ഉണ്ടാക്കുക. ഓക്കെ, അപ്പം ഞാൻ അത്യാവശ്യം എൻ്റെ ഫുഡിൻ്റെ കാര്യങ്ങളും പരിപാടികളും എല്ലാവരുടെ നീഡ്സും ഒക്കെ അത്യാവശ്യം ടേക്ക് കെയർ ചെയ്തതിന് ശേഷം ഞാൻ ഇരിക്കും. ഓക്കെ, അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ളൊരു ഏരിയ എടുത്തിട്ട് നമ്മളങ്ങ് വായിക്കുകയാണ്. വായിച്ചിട്ട് നമുക്ക് ഉപയോഗമുള്ള എന്തെങ്കിലും, അല്ലെങ്കിൽ ആർട്ടിക്കിൾസ് ആവാം. ഇപ്പോൾ ആരംഭ സ്റ്റേജിലൊക്കെ ഉള്ളവരാണെങ്കിൽ, റിസർച്ചിൻ്റെ ഒരു ഗോയിങ് സ്റ്റേജാണ്, സ്റ്റാർട്ടിങ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് വായിക്കാവുന്ന ഒരു കാര്യമാണ് പുതിയൊരു ആർട്ടിക്കിൾ എടുത്തിട്ട് അത് റിപ്പീറ്റഡ്ലി വായിച്ചിട്ട് അതിലെന്താ പറയണമെന്ന് മനസ്സിലാക്കുക എന്നുള്ളത്. അപ്പം എനിക്ക് കുറച്ച് ഇപ്പം ഡാറ്റ കളക്ഷനൊക്കെ ആയതുകൊണ്ട് എനിക്കൊരു കോഡ് ബുക്കിനെ കുറിച്ചിട്ട് ഞാൻ എൻ്റെ തലയിൽ കുറേ ദിവസമായി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഞാനിങ്ങനെ കോഡ് ബുക്ക്, എനിക്ക് മിക്സഡ് മെത്തഡോളജിയാണ് എൻ്റെ റിസർച്ച്. അപ്പോൾ അതിലൊരു ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട്സിൽ കോഡ് ബുക്ക് എങ്ങനെ ജനറേറ്റ് ചെയ്യാമെന്നൊക്കെ ഉള്ളതിനെ കുറിച്ചിട്ട് കുറച്ച് വായിക്കാനുണ്ടായിരുന്നു. അത് മുമ്പ് ഡൗൺലോഡ് ചെയ്ത് വെച്ച കുറച്ച് മാറ്റേഴ്സ്. സോ അതിൽ എനിക്ക് പിക്ക് ചെയ്യാവുന്ന കുറച്ച് പോയിൻറ്റ്സ് അപ്പോൾ ഞാനത് എഴുതും. അപ്പോൾ അടുത്ത വഴി എന്ന് പറയുന്നത് നമ്മൾ വായിച്ചതിനെ നമ്മൾ സമ്മറൈസ് ചെയ്തിട്ട്, ഇപ്പം ശരിക്കും അങ്ങനെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ആവശ്യമൊന്നും ഉണ്ടാവില്ല. പല കാര്യങ്ങളും നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ നമ്മുടെ തലയിലേക്ക് ഡയറക്റ്റ്ലി സംഗ്രഹിച്ചാൽ മതി. ബട്ട് ഞാൻ പറയുന്നു, അതിൽ എഴുതുമ്പോൾ നമുക്ക് കുറേ കൂടി നമ്മളുടെ സെൻസ്, എന്താ പറയുക, നമ്മളതിൽ ശരിക്കും വായിച്ച് എഴുതുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള രീതി. അപ്പോൾ നമ്മുടെ ബ്രെയിൻ കുറേ കൂടി നമ്മളോട് കോപ്പറേറ്റ് ചെയ്യും. പക്ഷേ നമുക്ക് ചിലപ്പം വീട്ടിൽ മറ്റുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഉറക്കം വായിക്കൊന്നും വേണ്ട. പക്ഷെ നമ്മളതിൽ മാത്രം നമ്മൾ എഴുതുന്ന ആ ഒരു പേനയുടെ ടിപ്പിലേക്ക് തന്നെ നമ്മളുടെ കോൺസെൻട്രേഷൻ കൊടുക്കുക. ഇപ്പോൾ എന്തെങ്കിലും നോക്കി എഴുതണം എന്നുണ്ടെങ്കിൽ തന്നെ അത് നോക്കിയിട്ട്, ഇപ്പോൾ ചെറിയൊരു സെൻറ്റൻസ് ആണെങ്കിൽ അതിങ്ങനെ ചിലർക്ക് ഇങ്ങനെ നോക്കി എഴുതുന്നൊരു സ്വഭാവം ഉണ്ടാകും. അതായത് കണ്ണ് അവിടെ ആയിരിക്കും, ഇതിങ്ങനെ യാന്ത്രികമായിട്ട് എഴുതിക്കൊണ്ടിരിക്കും. അങ്ങനെ ചെയ്യരുത്. അവിടെ നോക്കിയിട്ട് നമ്മൾ ഇന്ന ഒരു കാര്യമാണ് ചെയ്യാനുള്ളത്, വർക്ക് പ്രഷർ, ഓക്കെ, വർക്ക് പ്രഷർ, നമ്മൾ എഴുതുന്ന ലെറ്റേഴ്സിൽ നമ്മളുടെ പൂർണ്ണമായിട്ടുള്ള ശ്രദ്ധ ഉണ്ടായിരിക്കണം. ഇങ്ങനെ ഇരുന്ന് കുറച്ച് നേരം ചെയ്യുക. ഇതിൻ്റെ ഇടയിൽ ചിലപ്പോൾ ഡിസ്ട്രാക്ഷൻസ് അഗെയിൻ വരാം. ഇപ്പോൾ കോള് വരാം, എടുക്കാതിരിക്കാം. വീട്ടിൽ നിന്നുള്ള നമ്മളുടെ വിളികൾ, അതെവിടെയാ, ഇതെവിടെയാ, അല്ലെങ്കിൽ എന്താ, അങ്ങനെയുള്ള കാര്യങ്ങൾ അത് വേണമെങ്കിൽ ഒന്ന് പറഞ്ഞിട്ട് ഇരിക്കാം. അപ്പോൾ എല്ലാവരും അവെയർ ആവുമല്ലോ, എനിക്ക് കുറച്ച് വർക്ക് ഉണ്ട്, ഞാൻ ഇരിക്കുകയാണ്, സോ ഡിസ്റ്റർബ് ചെയ്യരുത് കേട്ടോ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വീട്ടിലെല്ലാവരും കോപ്പറേറ്റ് ചെയ്യും. സോ അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു എന്താ പറയുക, അൺഡിവൈഡഡ് അറ്റൻഷൻ കൊടുക്കാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ അതെങ്ങനെ അച്ചീവ് ചെയ്യാന്നുണ്ടെങ്കിൽ ഡിസ്ട്രാക്ഷൻസ് ഉറപ്പായിട്ടും വരും കേട്ടോ. ഈ ഡിസ്ട്രാക്ഷൻസിനെ എങ്ങനെ അവോയ്ഡ് ചെയ്യാമെന്ന് ഞാൻ അടുത്തൊരു വിഷയമായിട്ട്, അതൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, അത് നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. സോ വിത്തൗട്ട് ഡിസ്ട്രാക്ഷൻ, അധികം എണീറ്റ് പോകാതെ കാര്യങ്ങളൊന്നും ഇല്ലാതെ നമ്മളൊരു പർട്ടിക്കുലർ പേജസ്, അത് ചിലപ്പോൾ 1 പേജ് ആവാം, 2 പേജ് ആവാം, 3 പേജ് ആവാം, അല്ലെങ്കിൽ ഒരു സർട്ടൻ പോർഷൻ ആയിരിക്കാം. ഒന്ന് എയിം ചെയ്യണം, ഒരു ഗോൾ ഉണ്ടായിരിക്കണം, എനിക്ക് ഇത്ര വായിച്ച് തീരണം എന്നുള്ളത്. എന്നിട്ട് അത് പതുക്കെ ഇരുന്ന് ചെയ്യാം. ഓക്കെ, ഇത് ഓരോരുത്തരുടെ ഒരു ഇരിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടല്ലോ. ചിലർക്ക് ചിലപ്പോൾ 15 മിനിറ്റ് ആയിരിക്കും, ചിലപ്പോൾ 30 മിനിറ്റ് ആയിരിക്കും. മിനിമം ഒരു 15 മിനിറ്റ് പിടിക്കണം കേട്ടോ. ഒരു 1 ഹവറൊക്കെ പോയാൽ നല്ല അടിപൊളിയാണ്. നമ്മളങ്ങനെ ഇരുന്ന് പോകും, നമ്മൾ ഇൻവോൾവ് ചെയ്യും നന്നായിട്ട്. ബാക്ക് ടു നമ്മുടെ സ്റ്റഡീസിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മുടെ തലയിലേക്ക് വളരെ രസകരമായിട്ട് വരും. ഇതിൽ ഞാൻ ഇത്രയും പറഞ്ഞത് വളരെ ഒരു നോർമൽ ഒരു വേയിലാണ് പറഞ്ഞത്. കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. ഇപ്പം നിങ്ങൾ അതൊന്ന് റീകളക്ട് ചെയ്യാൻ ആലോചിച്ച് നോക്കുക, നിങ്ങളുടെ മനസ്സിലേക്ക് അതൊക്കെ വരുന്നുണ്ടോ എന്നൊന്ന് നോക്കുക. ഞാൻ ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്യാം. നമ്മളൊരു പർപ്പസ്ഫുള്ളി ഒരു സമയം തിരഞ്ഞെടുക്കുക, ഒരു വായിക്കാനൊരു കണ്ടൻറ്റ് തിരഞ്ഞെടുക്കുക, അത് വായിക്കുക, ഡിസ്ട്രാക്ഷൻസിനെ അവോയ്ഡ് ചെയ്യുക, അതിനകത്ത് നമ്മൾ ഫുള്ളായിട്ട് നമ്മളെ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു പരിപാടി എന്ന് പറയുന്നത് സൈക്കോളജിക്കലി ഇറ്റ് ഈസ് ഒരു കോൺഷ്യസ് എഫേർട്ടാണ്. ഓക്കെ, അപ്പോൾ ഇനി ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്ന കുറച്ച് ഇന്നർ ഡൈനാമിക്സിനെ കുറിച്ചിട്ട് ഞാൻ പറയാം. അതായത് ഇതിൽ നമ്മൾ വളരെ പർപ്പസ്ഫുള്ളി നമ്മളുടെ അറ്റൻഷൻ, കോൺസെൻട്രേഷൻ, മെമ്മറി നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, ഇനി ഇതിൽ നമ്മൾ നന്നായി നമ്മളെ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, ഒരു സെൽഫ് ആക്സെപ്റ്റൻസ് ഉണ്ട്.
നമ്മൾക്ക് സമയത്തിന് നമ്മളിങ്ങനെ ആരെയും കുറ്റപ്പെടുത്താതെ നമ്മളെ തന്നെ ഏറ്റവും ഇതായിട്ട് അയ്യോ ഇതെന്താ എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല അങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള ടോക്കുകളെല്ലാം മാറ്റിയിട്ട് ഒരു എഫേർട്ട് എടുക്കുകയാണ്. അപ്പോൾ ആ കോൺഷ്യസ് എഫേർട്ടിൽ ആദ്യം അങ്ങനെ ഒന്ന് ഇരുന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ അവനവനെ അക്സെപ്റ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടക്കും. ഇതൊക്കെ ചിലപ്പോൾ എല്ലാവർക്കും മനസ്സിലായിക്കൊള്ളണമെന്നൊന്നുമില്ല. ഇപ്പം ഞാനൊരു മെൻ്റൽ ഹെൽത്ത് ഏരിയയിൽ വർക്ക് ചെയ്യുന്ന ഒരാളായതുകൊണ്ടാണ് ഇത് റിലേറ്റ് ചെയ്ത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. പിന്നെ അതിലുള്ള ആ ഒരു കോൺഷ്യസ് എഫേർട്ടുണ്ട്. ഈ കോൺഷ്യസ് എഫേർട്ട് ഒരു ഗോൾ ഓറിയൻറ്റഡ് ആണ്. അതായത് ഇത്ര വായിക്കണം, നമുക്കൊരു ടാർഗറ്റ് നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പം അതും അതിനെ വളരെയധികം ഫോക്കസ് കൊണ്ടുവരാൻ വേണ്ടി സഹായിക്കും. ഇനി ഇതിൻ്റെ ഒരു ഉള്ളിൽ കുറേ ഇന്നർ തോട്ട്സ് ഉണ്ടായിരിക്കുമല്ലോ, നമ്മളിങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും നമ്മുടെ ഉള്ളിൽ കുറേ കാര്യങ്ങൾ ഉണ്ടാവും. അപ്പോൾ അത് എപ്പോഴും സെൽഫ് മോട്ടിവേറ്റിംഗ് ആയിരിക്കണം, എൻകറേജിങ് ആയിരിക്കണം. ഒരിക്കലും നമ്മൾ തന്നെ നമ്മളെ പിടിച്ചിട്ട് ഇത് പിടിച്ചിട്ട് നീ ഇങ്ങനെ ഒരു ഡിമോട്ടിവേറ്റ് ആയി നമ്മളോട് തന്നെ സംസാരിക്കാൻ പാടില്ല. എന്ന് വെച്ചിട്ട് വെരി ഗുഡ് എന്ന് ഭയങ്കരമായിട്ട് നമ്മളെ ബൂസ്റ്റ് ചെയ്ത് ഒരു ടോക്സിക് പോസിറ്റിവിറ്റിയിലേക്ക് കൊണ്ടുപോകേണ്ട കാര്യമില്ല. പക്ഷേ ഇറ്റ്സ് ഗുഡ് ഗോയിങ്. ചിലപ്പോൾ ചെറുതായിരിക്കാം കേട്ടോ. അപ്പോൾ നമ്മളൊരു 10 മിനിറ്റൊക്കെ നമുക്കിങ്ങനെ കിട്ടത്തുള്ളൂ. അത് കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് കിച്ചണിൽ നിന്ന് കോൾ വന്നു, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോകേണ്ടി വന്നു, സംതിങ് അർജൻറ്റ് മാറ്ററിൽ പോകേണ്ടി വന്നു. ഇറ്റ്സ് നോട്ട് എ പ്രോബ്ലം. അപ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്ത് നമ്മൾ യെസ് ഐ എം എന്താ പറയുക എൻ്റെ ഒരു വലിയ ലക്ഷ്യത്തിലേക്ക് മൂവ് ചെയ്യാണ് എന്നുള്ള എൻകറേജിങ് ആയിട്ടുള്ള ഒരു സെൽഫ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. എങ്കിലും ഈ പറഞ്ഞ പരിപാടി വർക്ക് ചെയ്യത്തുള്ളൂ. ഇറ്റ് ഈസ് കോൾഡ് തെറാപ്യൂട്ടിക് റിസർച്ച് റൈറ്റിംഗ്. അപ്പോൾ ഇതൊരു വളരെയധികം തെറാപ്യൂട്ടിക്കായിട്ട് എലമെൻറ്റ്സ് ഉള്ള ഒരു കാര്യമാണ്. ഇത് സെൽഫായിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഗൈഡഡ് ആയിട്ടും ചെയ്യാം. ഏതെങ്കിലും ഒരു മെൻ്റൽ ഹെൽത്ത് പ്രാക്ടീഷണറിൻ്റെ അടുത്ത് ഗൈഡഡ് ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. കാരണം ചില ആളുകൾക്ക് ഒത്തിരി സ്ട്രെസ്സും ആങ്സൈറ്റിയും ഒക്കെ ഈ ഒരു റിസർച്ച് ഫേസിൽ കണ്ടുവരാറുണ്ട്. അപ്പം എല്ലാവർക്കും ഒരേപോലെ അവരവരെ ഹാൻഡിൽ ചെയ്യാൻ ചില സമയത്ത് പറ്റില്ല. സോ യു ക്യാൻ ടേക്ക് എ പ്രൊഫഷണൽ ഹെൽപ്പ്. അപ്പോൾ ഒരു തെറാപ്യൂട്ടിക് റിസർച്ച് റൈറ്റിംഗ് എക്സ്പീരിയൻസ് വേണം എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഞാനുമായിട്ടുള്ളൊരു കോൺവെർസേഷന് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു. നമ്പർ ഞാൻ താഴെ കൊടുക്കാം. ഇതിനകത്ത് വാട്സപ്പ് ചെയ്യാവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട സർവീസാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ, തെറാപ്യൂട്ടിക് എന്നുള്ള ഒരു മെസ്സേജ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസും, കാരണം നമ്മളിത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ലേൺ ചെയ്യുന്ന ഒരു കാര്യമല്ല. ഇതിനകത്ത് ഓരോ സ്റ്റേജിലും ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും. ഇപ്പം ഞാൻ നിൽക്കുന്ന ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് എൻ്റെ ഒരു എൻഡിങ് സ്റ്റേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ചിലപ്പോൾ ഒരു ബിഗിനേഴ്സിന് കുറച്ചുകൂടി തെറാപ്യൂട്ടിക് ആസ്പെക്ട്സ് ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടൊക്കെ ചെയ്യേണ്ടതുണ്ടാവാം. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, കോൺടാക്ട്. താങ്ക് യു.